ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് ചിലരുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ അത് എഴുതി വെക്കട്ടെ. യാക്കോബ് തന്റെ മകന് പല നിറത്തിലൊരു കുപ്പായം തയ്പ്പിച്ചു കൊടുത്തു. ആ കുപ്പായം ഇട്ടുകൊണ്ട് അവൻ നടക്കുമ്പോഴെല്ലാം അവൻ അറിയാം, ഞാൻ അച്ചാച്ചന്മാരെ പോലെയല്ല, ഞാൻ വ്യത്യസ്തനാണ്, എനിക്കൊരു വ്യത്യാസമുണ്ട്, എന്റെ തലമുറ വ്യത്യസ്തമാണ്, ദൈവത്തിന് എന്നെ കുറിച്ച് വ്യത്യസ്തമായ ഒരു ഉദ്ദേശമുണ്ട്, ഞാൻ ദൈവത്തിന് വിലയേറിയവനും ദൈവത്തിന് മാന്യനുമാണ്. ആ ദിവസങ്ങളിൽ ഒന്നിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. എന്റെ ഭാഷയിൽ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ തന്റെ 11 സഹോദരന്മാർ തന്നെ നമസ്കരിക്കുന്ന കാഴ്ചയാണ് താൻ കണ്ടത്. 11 കറ്റകൾ തന്റെ കറ്റയെ നമസ്കരിക്കുന്നു എന്ന ബൈബിൾ ചിത്രീകരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തന്റെ 11 സഹോദരന്മാർ തന്നെ നമസ്കരിക്കുന്നു. രാവിലെ യാക്കോബ് എഴുന്നേറ്റ് അവന്റെ സഹോദരന്മാരോടും അപ്പനോടും പറഞ്ഞു, ദൈവമേൽപ്പിക്കുന്ന ദർശനങ്ങൾ വിളിച്ചു പറയുന്നവർക്കായി സ്തോത്രം. പക്ഷേ മറക്കരുത്, ദൈവം ഒരു ദർശനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന് എതിരെ സഹോദരന്മാർ യുദ്ധം ചെയ്തിരിക്കും. ഏതെങ്കിലും ഒരു ആത്മീക കാഴ്ചപ്പാട് ദൈവത്തിങ്കിൽ നിന്നും പ്രാപിച്ചിട്ട് സഹോദരവർഗത്താൽ എതിർപ്പ് സഹിക്കാത്തവർ ആത്മലോകത്തിൽ ഇല്ല. എവിടെയെങ്കിലും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചാൽ അതിനെ എതിർക്കുന്ന സഹോദരവർഗം എല്ലാ കാലങ്ങളിലും ഉണ്ടായിരിക്കും. അവർ എതിർത്തതിന്റെ അർത്ഥം അവർ ജയിക്കുമെന്നല്ല, ജയം തരുന്നത് ദൈവം മാത്രമായിരിക്കും. യാക്കോബ് ഒരു ദർശനം കണ്ടു. സഹോദരന്മാർ 11 പേർ തന്നെ നമസ്കരിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ സ്നാനപ്പെട്ട അന്ന് തുടങ്ങി എനിക്ക് പ്രശ്നം. ഞാൻ പറയാറുണ്ട്, സ്നാനപ്പെട്ടതിന്റെ ഒരു പ്രശ്നവുമല്ല, അങ്ങയുടെ മേലുള്ള ദൈവിക വിളിയോടായി പ്രശ്നം. ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതോടെ ലോകം എന്നെ പകയ്ക്കുന്നു. ആ പകയ്ക്കുന്ന നിങ്ങളോടല്ല, നിങ്ങളുടെ അകത്ത് ദൈവം തന്ന ദർശനത്തോടാ. ചില ദർശനത്തിന് അതിൽ തന്നെ ശക്തിയുള്ളതാണ്. ആര് പകച്ചതുകൊണ്ടും ദർശനം കീഴടങ്ങാൻ പോകുന്നില്ല. ആര് പകച്ചതുകൊണ്ടും ദർശനം പുറകോട്ട് മാറുവാൻ പോകുന്നില്ല. ദർശനത്തിന് വേണ്ടി ജീവിക്കൂ. ദർശനം നിങ്ങളെ ജീവനിലേക്ക് നടത്തും. അവനൊരു ദർശനം കണ്ടു. ഇന്ന് രാത്രിയിൽ ദർശനമുള്ളവർക്കായി സ്തോത്രം. യോസഫ് കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം തന്റെ മീതെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്ന ചിലതിന്റെ മേലെ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം ഉള്ളതിനാൽ അവൻ കിടന്നുറങ്ങി. അന്ന് രാത്രിയിൽ അവനൊരു ദർശനം കണ്ടു, അവനൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാർ 11 പേർ തന്നെ നമസ്കരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴേ സഹോദരന്മാർക്ക് തോന്നി, ഈ അപ്പൻ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഈ ചെറുക്കന് മാത്രം ഇങ്ങനൊരു കുപ്പായം തയ്പ്പിച്ചു കൊടുത്തപ്പോഴേ ഞങ്ങൾക്ക് ഇതറിയാം. ഞങ്ങളെ ഒന്നും വളർത്തിക്കൊണ്ട് വന്നതുപോലെ അല്ല ഇവനെ വളർത്തുന്നത്. അതേ സഹോദരന്മാരെ, നിങ്ങൾക്കില്ലാത്ത വേറൊന്ന് ഇവനിൽ കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിപ്പാൻ നീ ആരെ? സഹായിക്കുന്നവൻ ദൈവം, എതിർക്കുവാൻ നീ ആരെ? അണ്ട് ആ ദർശനം കൊണ്ട് സഹോദരന്മാരവനെ പകച്ചു. ഇന്ന് രാത്രിയിൽ ആരുടെയെങ്കിലും ദർശനങ്ങൾ സഹോദരന്മാരുടെ പക പിടിച്ചു പറ്റുന്നെങ്കിൽ ആ ദർശനം ദൈവത്തിങ്കിൽ നിന്ന് ഉറപ്പിക്കുവാൻ ഇനി യാതൊരു പ്രയാസവുമില്ല. സഹോദരന്മാരുടെ പക പിടിച്ചു പറ്റുന്നെങ്കിൽ തിരിച്ചറിയൂ, ആ ദർശനം ദൈവത്തിങ്കിൽ നിന്നാണ്. ഈ സഹോദരന്മാരെക്കാൾ ഉപരി എന്നെ ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചു. എന്നെ മാനപാത്രമാക്കുവാൻ ദൈവം എന്നിൽ പ്രസാദിച്ചതിനാൽ ഈ സഹോദരന്മാർ എന്നെ പകയ്ക്കയാണ്. എന്റെ ദർശനം കൺഫേമായി. അപ്പനത് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം തന്നെ യോസഫ് രണ്ടാമതൊരു ദർശനം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാ. ഇന്ന് കണ്ട ദർശനത്തിൽ നിന്നു പോകാത്തവർക്കായി സ്തോത്രം. പുതിയ പുതിയ ദർശനത്തിന്റെ അളവുകളിൽ കയറുന്നവർക്കായി സ്തോത്രം. 50 വർഷത്തിന് മുൻപിലത്തെ ദർശനത്തിൽ നിന്നു പോയവർ അധികൃതരായി മാറുമ്പോൾ ഇന്നത്തെ ദർശനത്തിൽ ഉയർന്നു വരുന്നവരെ ദൈവം മാനിക്കുന്നത് കാണാം. 25 വർഷത്തെ മുമ്പിലത്തെ ദർശനത്തിൽ തകർന്നു വീണവരെക്കാൾ ഇന്നത്തെ ദർശനത്തിൽ വളരുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. യോസഫ് രണ്ടാമതൊരു ദർശനം കണ്ടു. ദർശനം കാണുന്നത് അവന്റെ സ്വഭാവമായി മാറി. ദർശനം കാണുന്നത് അവന്റെ ഭാഗമായി മാറി. ഇന്ന് ഈ ദിവസങ്ങളിൽ പുതിയ പുതിയ ദർശനങ്ങളിലേക്ക് ദൈവം ദൈവജനത്തെ ഇറക്കട്ടെ. ആരായിരിക്കും ദർശനം കാണുന്നത്? മാനപാത്രങ്ങൾ ദർശനം കാണുന്നവരാ. ഇതിനകത്തിരിക്കുന്ന മാനപാത്രങ്ങളെ, ദൈവം മാനിക്കുന്ന മാനപാത്രങ്ങളെ, പുത്തൻ പുത്തൻ ദർശനങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി വരാം. ദൈവം നമ്മെ മാനിക്കട്ടെ. പലപ്പോഴും ദൈവാത്മാവ് പുതിയ പടിയിൽ കാഴ്ചപ്പാടുകൾ ഏൽപ്പിക്കുമ്പോൾ പല സഭകളിലും പല സഹോദരന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ പണ്ടൊരു ദർശനം പറഞ്ഞതിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല, നാട്ടുകാർ ഇപ്പോഴും എഴുത്ത് നിർത്തിയിട്ടില്ല. അവർ നിർത്തുന്നതിന് മുന്നമേ അടുത്ത ദർശനം തരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. യോസെഫിനോടുള്ള കംപ്ലൈന്റ് തീരുന്നതിന് മുന്നമേ ദേ വരുന്നു രണ്ടാമത്തെ ദർശനം. അപ്പനും അമ്മയും 11 സഹോദരന്മാരും തന്നെ നമസ്കരിക്കുന്നുവെന്നായിരുന്നു രണ്ടാം ദർശനത്തിന്റെ രത്നച്ചുരുക്കം.
രണ്ടാമത്തെ ദർശനം പറഞ്ഞപ്പോൾ അപ്പനും ഇഷ്ടപ്പെടാതെ വന്നു. എന്റെ ഭാഷ ഞാൻ ഇങ്ങനെ പറയും. ഇപ്പം പറഞ്ഞു കാണും, മോനെ മുറത്തി കയറി കൊത്തണ്ട, ഞാനും നിന്റെ അമ്മയും നിന്നെ നമസ്കരിക്കാൻ വരുന്നില്ല, അവിടം വരെ കൊണ്ട് നിൽക്കട്ടെ. ഇല്ലപ്പച്ച, അങ്ങയെ പ്രഭു എന്ന് വിളിച്ചിട്ട് തിരിച്ച് യാക്കോബാകാൻ പോയവനെ നീ നമസ്കരിച്ചില്ല, പിന്നെ ആര് നമസ്കരിക്കാനാ? മനസ്സിലാകുന്നുണ്ടോ? നിന്നെ പ്രഭു എന്ന് തമ്പുരാൻ വിളിച്ചിട്ട് ആ ഗമ കളഞ്ഞൊഴിച്ച ശേഷം പിന്നെ പഴയ യാക്കോബായി പോയവനെ നീ വണങ്ങിയില്ലെങ്കിൽ പിന്നെ ആര് വണങ്ങാനാ? നീ വണങ്ങിയേ മതിയാകൂ. ഹല്ലേലൂയ. പഴയ തലമുറയെ ദൈവം തിരഞ്ഞെടുത്ത പുത്തൻ തലമുറയുടെ മുമ്പിൽ വണങ്ങിയേ മതിയാകൂ. കാരണം എന്താ? ഈ തലമുറ ദൈവിക ദർശനങ്ങളിൽ തുടരുന്നവരാണ്. ഹല്ലേലൂയ. പുതിയ ദർശനങ്ങളിൽ തുടരുന്നവർക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. തല പുതിയ ദർശനത്തിലേക്ക് ഇറങ്ങി. സഹോദരന്മാരേറ്റം പകച്ചു. അപ്പനും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസം ദർശനത്തിനൊരു പരിധി വരുത്തുവാൻ അവർ തീരുമാനിച്ചു. തന്റെ അനിയനെ പിടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. ദർശനത്തിന്റെ സഫലതയ്ക്ക് വിരോധമായി എന്നും പ്രതികൂലങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കും. ഭൂമിയിൽ ഒരു മാനപാത്രവും പ്രശ്നങ്ങളിൽ നിന്നും വിമുക്തരല്ല എന്നോർത്തിരിക്കട്ടെ. ആവർത്തിക്കാം, ഭൂമിയിൽ ഒരു മാനപാത്രവും പ്രശ്നങ്ങളിൽ നിന്നും വിമുക്തരല്ല എന്നോർത്തിരിക്കട്ടെ. പക്ഷേ ആ പ്രശ്നം നിങ്ങളെ മുക്കിക്കളകയില്ല. യോസേഫ് പൊട്ടക്കുഴിയിലേക്ക് മാറ്റപ്പെട്ടു. ഞാനെങ്ങാണമായിരുന്നു പൊട്ടക്കിണറ്റിൽ വീണതെങ്കിൽ അവിടെ കിടന്നെന്റെ ചേട്ടന്മാരെ മൊത്തം പ്രാഗിയേനെ, ഇടയ്ക്കിടയ്ക്ക് തന്നെത്താൻ അടിച്ചേനെ. എങ്കിലും അവന്മാർ എന്നോട് ഇത് ചെയ്തല്ലോ. എന്റെ അപ്പൻ ഇത് അറിഞ്ഞോണ്ടാന്നോ എന്നെ ഇങ്ങോട്ട് വിട്ടത്? അപ്പനോടും പറഞ്ഞേനെ. എന്തിന്? കുറെ നേരം കരഞ്ഞ് മയങ്ങി ഞാൻ കുഴിക്കകത്ത് കിടന്നേനെ. പക്ഷെ യോസെഫ് കരഞ്ഞില്ല. കാരണം അറിയാമോ? യോസെഫിനറിയാം എന്റെ ദർശനം നിറവേറും. അത് നിറവേറണമെങ്കിൽ ശകലം കഴിയുമ്പോൾ കയറിറങ്ങി വരും. ആ കയറിറങ്ങി വരുമ്പോൾ വലിഞ്ഞു കയറാനുള്ള ബലം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കുഴി കൊണ്ട് തീർന്നു പോകും. ഇന്ന് രാത്രിയിൽ ദർശനം കണ്ടവരെ, ദർശനത്തിന്റെ സഫലീകരണത്തിന് വിപരീതമായി പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ മറക്കരുത്, പുറകെ കയറ് വരാനുണ്ട്. ആ കയറ് വരുമ്പോഴേക്കും ബലമാർജിക്കുവാനാണ് നിങ്ങളെ കുഴിയിലിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ മറന്നു കളയരുത്, പുറകെ കയറ് വരും. ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം തിരുവചനത്തിൽ നിന്ന് എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരിക്കൽ ദാനിയേലിനെ കൊണ്ട് സിംഹത്തിന്റെ ഗുഹയിലിട്ടു. സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേൽ കിടക്കുന്നു. മുമ്പേ പറഞ്ഞ പോലെ ഞാനായിരുന്നെങ്കിൽ സിംഹത്തെ കണ്ടപ്പോഴേ ബോധം കെട്ടുപോയനെ, ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ. സിംഹത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് അടുത്ത് നോക്കാൻ പോലും ഞാൻ ശ്രമിക്കത്തില്ല, കണ്ണടച്ചേനെ. പക്ഷെ ദാനിയേലിന് യാതൊരു ഭാവഭേദവുമില്ല. അദ്ദേഹത്തിന് അറിയാൻ രാവിലെ കയറിറങ്ങി വരും. ദൈവം എന്നെ ആക്കിയ സ്ഥാനത്തു നിന്നും ദൈവം എന്നെ മാറ്റുകയില്ല. എന്റെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിൽ ഞാൻ എത്തിയിരിക്കും. 70 ആണ്ട് കഴിയുമ്പോൾ ഇസ്രായേലിന് വിമോചനം ഉണ്ടാകും. ആ വിമോചനത്തിന്റെ ഭാഗമായ മാനപാത്രമായി ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഈ സിംഹക്കുഴി കൊണ്ട് തീരുന്നതല്ല ഞാന്. ഇതിനകത്തു നിന്ന് എന്നെ കയറ്റുവാൻ ആരെയെങ്കിലും ദൈവം അയച്ചിരിക്കും. നാളെ രാവിലെ കയറിറങ്ങി വരുമ്പോൾ കയറിൽ പിടിച്ച് വലിഞ്ഞു കയറണമെങ്കിൽ എനിക്ക് ബലം ആവശ്യമാണ്. ഇതിനകത്ത് നിരൂപണം പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല, ഇതിനകത്ത് നിലവിളിച്ചതുകൊണ്ട് അർത്ഥമില്ല. ഇതിനകത്തു നിന്ന് മുകളിൽ കയറുവാൻ എന്റെ ശരീരത്തിന് ബലം ആവശ്യമാണ്. അവൻ സിംഹത്തിന്റെ ഗുഹയിൽ ബലം സമ്പാദിക്കുക. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നമ്മെ പണിയത്തേ ഉള്ളൂ, പ്രതികൂലങ്ങൾ നമ്മെ താഴോട്ട് വിടത്തില്ല. രാത്രിയിൽ പ്രതികൂലങ്ങളിൽ പണിയപ്പെടുവാൻ തിരുസന്നിധിയിൽ നിൽക്കുന്നവർക്കായി സ്തോത്രം. എത്ര പേരുടെ അകത്ത ഉറപ്പുണ്ട്, ഞാനൊരു മാനപാത്രമാ. ഏതു വീട്ടിലും മാനപാത്രം വേണം, ഏതു വീട്ടിലും ഹീനപാത്രം വേണം. ആരുടെ പാത്രങ്ങളെ മാന്യതയിൽ നേടുവാൻ ആരെല്ലാം ശ്രമിക്കും, ദൈവം അവരെ മാനപാത്രങ്ങളാക്കി മാറ്റും. എനിക്കൊരു മാനപാത്രമാകുവാൻ ഞാൻ ബലം സമ്പാദിച്ചേ മതിയാകും. ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ ഒരു മാനപത്രത്തിന്റെ കൂടെ പിറപ്പ. അവനെന്നും ദൈവസന്നിധിയിൽ പുതിയ ദർശനങ്ങൾ ഏറ്റെടുക്കുക. കാലത്തിന്റെ പോക്കിൽ അടിമച്ചന്തയിലൂടെ പൊത്തിപ്പേറിന്റെ ഭവനത്തിലേക്ക് മാറ്റപ്പെട്ടു. അവന്റെ ദർശനത്തെ ചോദ്യം ചെയ്യുന്ന അനേക അനുഭവങ്ങൾ കയറിയിറങ്ങി. പൊത്തിപ്പേറിന്റെ വീട്ടിൽ വെച്ച് ദർശനത്തെ ചോദ്യം ചെയ്യുന്ന, ദർശന സാഫല്യതയെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളിൽ നിന്നും തർക്കിക്കുവാൻ നിൽക്കാതെ അവൻ ഓടി മാറി.